ഹായ് സോൾസ്, സുഭാഷ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കറൻറ്റ് ഫീലിംഗ് ആണ്. അതിൻ്റെ മുന്നായിട്ട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ് തരുന്നത്. സപ്പോർട്ട് തരുന്നതിന് വളരെ നന്ദിയുണ്ട്. താങ്ക് യു. ജനറൽ വീഡിയോ ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വീഡിയോ കാണാവുന്നതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എടുക്കുക, അല്ലാത്തത് വിടാം. ഞാനിപ്പോൾ ഷഫിൾ ചെയ്തപ്പോൾ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. 2 ഓഫ് വാൻസ് ആണ് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത്. സെക്കൻഡ് കാർഡ് വന്നിരിക്കുന്നത് 9 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ദ മൂണാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 9 ഓഫ് സോൾസ് ആണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, ടെമ്പറൻസ് ആൻഡ് 10 ഓഫ് വാൻസ്, 9 ഓഫ് കപ്സ്. ബോട്ടം ഓഫ് ഡെക്ക് വന്നിരിക്കുന്നത് ദ എംബറർ ആണ്. ഇത്രയും കാർഡുകളാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അവർ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. അതായത് അവർ ഒരു നെക്സ്റ്റ് പ്ലാനിങ് ഫ്യൂച്ചർ, അതായത് ഫ്യൂച്ചറിലേക്ക് ഒരു പ്ലാനിങ് ചെയ്യണം അവർ, ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട്. അതാണ് ഇവിടെ അതിനുള്ള ഒരു സൈനാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം എന്നാണ്. അതായത് പുതിയൊരു പ്രണയം തുടങ്ങുന്നവർക്ക് തുടങ്ങണം, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ബന്ധം തന്നെ ന്യൂ ബിഗിനിങ്. ഇനിയും അതായത് തെറ്റിപ്പിരിഞ്ഞവരാണെങ്കിലും നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് ഒരു ന്യൂ ബിഗിനിങ് തുടങ്ങണം എന്നൊരു പുതിയൊരു സ്റ്റെപ്പ് എടുക്കണം എന്നുള്ളൊരു ഇതാണ്. നിങ്ങളാണ് അവരുടെ വേൾഡ് എന്നുള്ളതാണ്. ആ ഒരു വ്യക്തിയുടെ കയ്യിലൊരു ഗ്ലോബൽ കണ്ടില്ലേ, അതേപോലെ തന്നെയാണ് നിങ്ങളെ അവർക്ക് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് അവർക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. അതാണ് അവർ ഒരു ഫ്യൂച്ചറിലൊരു ഒരു സ്റ്റെപ്പ് എടുക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നത്. ചിലവർക്ക് നിങ്ങളെ സ്റ്റാൻഡിൽ നിൽക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് ഇൻഡിപെൻഡൻസ് ലേഡിയാണ്, അതിലൊരു ലക്ഷറി ലേഡിയാണ്, ലൈഫ് വളരെ എൻജോയ്റ്റാണ് മുന്നോട്ട് പോകുന്നത്. ചിലവർക്ക് മാത്രം കേട്ടോ. അല്ലാത്തവർക്ക് അതായത് എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു എനർജി എനിക്ക് കിട്ടുന്നത്. അതായത് അവരവരെ സ്റ്റാൻഡിൽ നിൽക്കണം, അവരവരെ വർക്കിൽ നിൽക്കുകയാണ് എന്നുള്ളത്. ചിലർ ഭയങ്കര സ്ലോ ഇതിലാണ് സ്റ്റെപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അവർ മൂവ് ചെയ്തിട്ടില്ല. ആ ഒരു ഇമോഷൻസ് ബാലൻസ് എപ്പോഴും അതിൻ്റെ ആ ഒരു ചുറ്റിൽ നിൽക്കുകയാണ്. മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ ചിലവർ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ചിലവർ അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതവർക്ക് മനസ്സിലായിട്ടുണ്ട്. വെൽത്തി ലേഡിയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അതേപോലെ ലെക്ചറിയാണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നൊരു ലേഡിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ദ മൂണാണ് നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത്. മൂണെന്ന് പറഞ്ഞാൽ ആൻസൈറ്റി, ഭ്രമം, പേടി, ഇതിനൊക്കെ ഒരു റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു കാർഡും കൂടിയാണ്. രാത്രിയാണല്ലോ നമുക്ക് കൂടുതൽ ഇമോഷൻസും കാര്യങ്ങളും വരുന്നത്. രാത്രി ഉറക്കം കിട്ടാറില്ല, ഭയങ്കര പേടി സ്വപ്നം, അങ്ങനെയൊക്കെ പേടി നെറ്റി ഉണരുക, അതാണ് 9 ഓഫ് സോൾസ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. അതേപോലെ തന്നെ അവർ സ്വപ്നത്തിൽ പെട്ടെന്ന് നെറ്റി ഉണരുക, അങ്ങനെ. അതായത് ഒരു സമാധാനമില്ല, രാത്രി കിടന്നാൽ ഉറക്കമില്ല, മുന്നോട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളും അങ്ങനെയുള്ള ഇതാണ്. അവരെ ഉള്ളിലുള്ള റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് രാത്രിയിലാണ് ഉള്ളിലേക്ക് വരുന്നത്. പകലിൽ നിങ്ങൾ കാണുമ്പോൾ ആ കുഴപ്പമില്ല, അവർ ജോലിക്ക് പോകുന്ന അവരവരെ കാര്യങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവരെപ്പോഴും ഇമോഷൻസിൽ ആ ഒരു വിഷമത്തിൽ നിൽക്കുകയാണ്. നിങ്ങളോട് എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന്, ഈ ഇത് എന്താണ് ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടതെന്നുള്ളൊരു സിറ്റുവേഷനാണ്. പക്ഷേ അവരെന്തായാലും സ്റ്റാൻഡ് എടുക്കും. അതാണ് നമ്മൾ മുമ്പിൽ കണ്ടത്. അപ്പോൾ ഇവർ രാത്രി തീരെ ഉറക്കമില്ല. അതാണ് ഇവിടെ പെട്ടെന്ന് സങ്കടവും ദേഷ്യവും ടെൻഷനും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ. അതിന് പ്രതീകമാണ് ആ കാർഡ് വന്നിരിക്കുന്നത്. പുതിയ തുടക്കത്തിൻ്റെയും സാധ്യതകളുടെയും പ്രതീകമാണ് ഏസ് ഓഫ് വാൻസ്. ഇത് ന്യൂ ബിഗിനിങ്ങിനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. പുതിയതെന്തെങ്കിലും തുടങ്ങണം എന്നുള്ള, അതായത് പുതിയ പ്രണയം എന്നല്ല, ചിലർക്ക് ഇവിടെ പുതിയ പ്രണയം ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്ന് തോന്നുന്നു, ചിലവർക്ക് കേട്ടോ. അല്ലാത്തവർക്ക് തെറ്റിപ്പിരിഞ്ഞ പ്രണയം അത് വീണ്ടും ഒരു പൂത്തുലയാന്നറിയില്ലേ, അതാണ് ഇവിടെ വീണ്ടും നിങ്ങളിലേക്ക് വരികയാണ്. ആ ഒരു തെറ്റിപ്പിരിഞ്ഞ പ്രണയം വീണ്ടും, അതായത് നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് ഇതിൽ അധികം കാണിക്കുന്നത്. നോ കോണ്ടാക്ട് സിറ്റുവേഷനും പിന്നെ ഇപ്പോൾ പരിചയപ്പെട്ടവരും ഉണ്ട്.
അതും ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലുള്ളവർക്കാണ് അത് വീണ്ടും ഒരു പുതിയൊരു ബിഗിനിങ് വരുന്നത്. അല്ലാത്തവർക്ക് പുതിയൊരു പ്രണയം വരികയാണ് ജീവിതത്തിലേക്ക്. അതാണ് ഇവിടെ കാണുന്നത്. അവർക്കുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ജീവിതത്തിൽ നല്ലൊരു പ്രതീകം, നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ, ഒരു പ്രണയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ട് നിങ്ങൾ സന്തോഷത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനാണ് ഇവിടെ കാണുന്നത്. അല്ലാത്തവരുതാണ് ഞാനീ പറയുന്നത്. തെറ്റിപ്പിരിഞ്ഞവരോ അങ്ങനെ നോ കോൺടാക്ട് സിറ്റുവേഷനിലുള്ളവരോ അങ്ങനെയുള്ളവർക്ക് ന്യൂ ബിഗിനിങ്ങും വരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് ആശയങ്ങളുണ്ടാവും, അതായത് ഒപ്പീനിയൻസ് ഉണ്ടായിരിക്കാം ജീവിതത്തിൽ. പക്ഷേ അവർ ഒരു ലക്ഷ്യബോധം ഉണ്ട് അവർക്ക്. എത്ര ആശയങ്ങളുണ്ടെങ്കിലും അവർക്കൊരു ലക്ഷ്യബോധമുണ്ട്. അതാണ് ഈ ടെമ്പറൻസ് കാർഡ് കാണിക്കുന്നത്. ആ കാർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മേജർ അർക്കാന കാർഡ് ആയതുകൊണ്ട് അത് സ്ഥായിയായിട്ടുള്ള ഭാവമാണ്, സ്ഥിരമുള്ളൊരു സ്വഭാവമാണ്. 10 ഓഫ് വാൻസ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ വർക്കിങ്ങിലാണ്, കൂടുതൽ എന്താ പറയുക, ഓവർ വർക്കിങ്ങിലാണ്. പക്ഷേ കണ്ടോ, ഒരാൾ കഷ്ടപ്പെട്ട് ആ വടികളൊക്കെ ഇങ്ങനെ ഉന്തി കൊണ്ടുപോകുന്നൊരു രീതിയാണ് അവിടെ കാണുന്നത്, ആ ഒരു പ്രതീകമാണ് അവിടെ കാണുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് കിട്ടിയ എനർജി എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു തെറ്റിപ്പിരിയൽ എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകും, അതെനിക്ക് ഭയങ്കര ബേഡ്നെസ്സാണ്. അതെനിക്ക് അവരെ ചിന്തകൾ അങ്ങനെയാണ്, ഭയങ്കര ബാഡായിട്ട് തോന്നുന്നുണ്ട്. ഇത് മുന്നോട്ട് പോയാൽ അങ്ങനെ ശരിയാവില്ല എന്നുള്ള, അതാണ് ആ കാർഡ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ കപ്പാണ് വന്നിരിക്കുന്നത്, 9 ഓഫ് കപ്സ്. എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു കപ്പിൻ്റെ കുറവുണ്ട് അവിടെ അല്ലേ. അതാണ് നിങ്ങൾ, അതാണ് അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലാവാത്തവർക്ക് ഞാൻ നല്ല രീതിയിൽ പറഞ്ഞുതരാം. 9 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട് ആ വ്യക്തിക്ക്, പക്ഷേ ഒന്നിൻ്റെ കുറവുണ്ട്. അതാണ് ആ സ്നേഹം ഇല്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് അവർക്ക് അവരുടെ ചിന്തയിലുള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തകളാണ് ഞാൻ പറയുന്നത്. അതാണ് ഇവിടെ പ്രതീകമായിട്ട് അവിടെ കാണിക്കുന്നത്. എംപറർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു രാജകീയമായൊരു സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ആ വ്യക്തിക്ക് നല്ല ഈഗോ ഉണ്ട്. ആ ഈഗോ കാരണമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരാത്തത്. അത്രയും ഭയങ്കര ഈഗോ പേഴ്സണാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് അതിൽ കാണിക്കുന്നത്. അവരുടെ ഈഗോ ആണ് നിങ്ങളുടെ മുമ്പിൽ വരാൻ അവരെ കൊണ്ട് സമ്മതിക്കാത്തത്. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ റീഡിങ് ഇന്നത്തേത്. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരാം. താങ്ക് യു. നല്ല ദിവസം ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.